ബിഗ് ബോസിനകത്ത് കുറച്ച് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഗോൾ അടിക്കാൻ നോക്കിയ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. പക്ഷെ അത് കയ്യോടെ പൊക്കിയിരിക്കുകയാണ് ബിഗ് ബോസ് തന്നെ. ലൈവില് അല്പസമയം മുമ്പ് നല്ല മഴയായിരുന്നു. എല്ലാവരും ഒന്നിച്ച് ഡാൻസ് കളിക്കും, ഭയങ്കരമായിട്ട് ചില്ല് ചെയ്ത് എൻജോയ് ചെയ്യുകയൊക്കെ ചെയ്യായിരുന്നു. എല്ലാവരും പറയുന്നുണ്ട് നമുക്കെന്നാൽ പുറത്ത് പോയി കളിക്കാം, മഴയൊക്കെ അല്ലേ, അപ്പൊ നമുക്ക് അവസാന ദിവസങ്ങളല്ലേ, ഇനി എന്തായാലും കുറച്ചുകൂടി എൻജോയ് ചെയ്യാന്നൊക്കെ പറഞ്ഞ് എല്ലാവരും പുറത്ത് മഴ ആസ്വദിക്കാനും ഡാൻസ് കളിക്കാനൊക്കെ വേണ്ടി പുറത്ത് പോകുന്നുണ്ടായിരുന്നു. മൈക്കൊക്കെ മാറ്റി എല്ലാവരും പുറത്ത് ചെന്ന് മഴയൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മഴയത്ത് സ്വാഭാവികമായിട്ടും മൈക്ക് ഇടാൻ പറ്റില്ലല്ലോ. അപ്പൊ ആ സമയത്ത് എന്ത് സീക്രട്ട് വേണമെങ്കിൽ നമുക്ക് ഷെയർ ചെയ്യാമല്ലോ. അപ്പോഴാണ് രണ്ടാൾക്കാര് അങ്ങോട്ടും ഇങ്ങോട്ടും റൗണ്ട് ചെയ്ത് നടക്കുന്നുണ്ടായിരുന്നു. വേറെ ആരുമല്ല, നൂറയും സരികയും തോളിൽ കൈയൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. ഇവർ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സരിക ആയതുകൊണ്ട് തന്നെ എന്തൊക്കെ പറഞ്ഞു കൊടുക്കുന്നതെന്ന് അറിയില്ല, നല്ല കാര്യമാണ് ചീത്തക്കാരെന്നൊന്നും അറിയാൻ പാടില്ല. എന്തായാലും അപ്പൊ തന്നെ ബിഗ് ബോസ് ഫോൺ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്തിനാ ഇങ്ങനെ സംസാരിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കണം എന്നാണെങ്കിൽ അകത്ത് പോയി മൈക്കിട്ട് സംസാരിക്കും എന്ന് പറയുന്നുണ്ട്. അത് കേൾക്കാതെ വീണ്ടും അവരങ്ങനെ ചെയ്യുന്നുണ്ട്. വീണ്ടും റിപ്പീറ്റ് ചെയ്യുമ്പോൾ ബിഗ് ബോസ് പിന്നെയും ഓൺ ചെയ്യുന്നുണ്ട്. എന്തായാലും ഇവരുടെ ഐഡിയ ഒക്കെ കൊള്ളാം, പക്ഷെ ബിഗ് ബോസിനകത്ത് ഇവരുടെ വേലയൊന്നും നടക്കില്ല. ബിഗ് ബോസ് പിന്നെയും പറയുന്നുണ്ട്, ഷാർപ്പായിട്ട് തന്നെ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്താ ഒരു വട്ടം പറഞ്ഞാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ് ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ അവർ നിർത്തിയിരിക്കുകയാണ്. അത് കഴിഞ്ഞ് മുൻഷിയോട് അനുമോള് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അനുമോള് പറയുന്നുണ്ട്, പുറത്തിറങ്ങി ഞാൻ എൻ്റെ ഫ്രണ്ട്സിനോടും ഫാമിലിയോടും എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും, പക്ഷെ മീഡിയക്കാരോടൊക്കെ ഞാൻ കുറച്ച് പിടിച്ചിട്ട് സംസാരിക്കത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോള് പറയുന്നുണ്ട്. അപ്പോൾ മുൻഷിയും പറയുന്നുണ്ട് അത് തന്നെയാണ് ശരിയെന്നും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളൊക്കെയാണ് ലൈവിൽ കാണുന്നത്. നമുക്ക് എന്തായാലും കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും കാണാം.